തുടരുന്നു. സരുൺ, ഇവിടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞു എന്ന് അമേരിക്ക പറയുമ്പോഴും അവിടെ ടെലവീവിലേക്ക് മിസൈലുകൾ പോകുന്നുണ്ട്, ഇന്നലെയും പോകുന്നുണ്ട്, ഈ സമയവും പോകുന്നുണ്ട്. അവരുടെ മിസൈലുകൾ ബങ്കറുകളിൽ ഉണ്ട് എന്നുള്ള അവരുടെ പ്രൊപ്പഗണ്ട വീഡിയോകൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഇറാനിലേക്ക് അതിശക്തമായ മാരകമായ തീമഴ തീർക്കുമ്പോഴും ഇറാനും അവരെ കൊണ്ട് കഴിയും വിധം തിരിച്ചടി നടത്തുന്നുണ്ട്. സരുൺ, അപ്പോൾ യുദ്ധം നമ്മൾ കരുതിയെടുത്ത് അവസാനിക്കും എന്ന് കരുതാൻ സമയമായോ സരുണ ജോസ്? ഹാഷ്മി, ഇറാന്റെ കൈവശം വിപുലമായ മിസൈൽ ശേഖരവും അതുപോലെ തന്നെ ഡ്രോണുകളും ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും കരുതുന്നത്. അത് പല ഭാഗത്തായി ബങ്കറുകൾക്കുള്ളിലും അതുപോലെ തന്നെ കാടുകൾക്ക് ഉള്ളിലും മറ്റും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇറാൻ. ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാമെന്ന കരുതലിലാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഉള്ളത്. പക്ഷേ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് ഈ മിസൈൽ കൈവശമുണ്ടെങ്കിൽ പോലും ഇത് ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ച് പാഡുകൾ ഇസ്രായേലും അമേരിക്കയും അവരുടെ സംയുക്താക്രമണത്തിൽ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത്തരം ലോഞ്ച് പാഡുകൾ തകർത്തതോടെ ഈ മിസൈൽ പ്രയോഗിക്കാൻ ഇറാന് കഴിയാതെ വരും എന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോഴും ഈ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മെത്തുള്ളയിലും അതുപോലെ തന്നെ ഹൈഫയിലും വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ഇത് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹിസ്ബുള്ള ഇക്കാര്യം അവകാശപ്പെടുന്നുണ്ട്. 2 ദിവസം മുമ്പ് ബെയ്ത്ത് ഷെമേഷിൽ അവിടെ ഹിസ്ബുള്ള ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ 10 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനാൽ തന്നെയും ഇറാൻ ഇപ്പോഴും തിരിച്ചടി അല്ലെങ്കിൽ പ്രത്യാക്രമണം തുടരുന്നു എന്നുള്ള വിവരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഇറാന്റെ ഈ മിസൈൽ ശേഖരവും ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടർന്നത്. ആ രീതി തന്നെയാണ്, ആ തന്ത്രം തന്നെയാണ് ഇന്നും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇന്നലെ ഇറാന്റെ സൈനിക ഭരണ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയത്. കോമിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ കേന്ദ്രീകരിച്ച് ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതൊരു പഴയ കെട്ടിടമായിരുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ അവർ നേരത്തെ സമ്മേളിച്ചിരുന്ന കെട്ടിടമായിരുന്നു അത്. അവിടെ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാനിയൻ അധികൃതർ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അവിടെ എന്തൊക്കെ നാശനഷ്ടമുണ്ടായി എന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രത്യാക്രമണം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ഹാഷ്മി, ഓക്കെ, എന്തായാലും ഗൾഫ് മേഖലകളിൽ കഴിഞ്ഞ 3 ദിവസമൊക്കെ കണ്ടതുപോലെ ആക്രമണങ്ങൾ ഇന്നലെയും ഇന്നുമായി കാര്യമായി കാണാനില്ല. പക്ഷേ സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണം എന്ന് പറയുന്നുണ്ട്. റിയാദ് പ്രവിശ്യയിലെ അൽഖർജ് ലക്ഷ്യമിട്ടെന്ന് വന്ന 2 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തടയുകയും നശിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി വന്ന ഒരു ഡ്രോൺ പ്രതിരോധ സേന തകർത്തു എന്നുകൂടി പറയുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ജലീൽ, മിസൈലുകളും ഡ്രോണുകളും എന്താണ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടിയും ഇപ്പോഴും ചില ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട്? ഹാഷ്മി, സൗദിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ രാജ്യത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്. സൗദി പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചു. 9 ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുലർച്ചെ അറിയിച്ചു. ഇതിനു പുറമെയാണ് ഇപ്പോൾ അൽഖർജിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സൗദിയിലെ മധ്യ മേഖലയിലെ റിയാദിനടുത്ത അൽഖർജിന് നേരെ 2 തവണ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായി. ഇതും സൈന്യം തകർത്തു. അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റിയാദിനടുത്ത ഈ അൽഖർജ് എന്ന് പറയുന്ന സ്ഥലം. അതിനുശേഷം കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായതായും മന്ത്രാലയം അറിയിച്ചു. ഇതും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. പ്രത്യേകിച്ച് മധ്യമേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണം ഉണ്ടാകുന്നത്. ഈ സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തക്കതായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു വെല്ലുവിളിയെയും ശക്തമായി നേരിടും എന്നും സൗദി പ്രതിരോധ മന്ത്രാലയം വക്താവ് അറിയിച്ചു. പുറത്തുവരുന്ന വാർത്തകൾ വലിയ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നവയാണെങ്കിലും രാജ്യത്തെ ജനജീവിതം തികച്ചും സാധാരണ നിലയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ജനങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിന്റെ ഒരിടത്തും ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. സൗദി ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പും അതുതന്നെയാണ്.
സാഹചര്യമാണ്. ആരും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം, ആളുകൾ ജോലിക്ക് പോകുന്നു, ഷോപ്പിംഗ് മാളുകൾ സജീവമാണ്, സ്കൂളുകളും കായിക പരിപാടികളും ഒക്കെ ഒരു തടസ്സവും ഇല്ലാതെ നടക്കുന്നു. വിശുദ്ധ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും പ്രാർത്ഥനകളും രാജ്യമെമ്പാടും വളരെ ഇപ്പോഴും സജീവമാണ്. ഇതുവരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രധാനമായും ഈ കിഴക്കൻ മേഖലയിലും മധ്യ മേഖലയിലുമാണ്, അതായത് റിയാദ്, ഖർജ്, റസ്റ്റന്നൂറ തുടങ്ങിയ ഭാഗങ്ങളിൽ. എന്നാൽ ജിദ്ദ, മക്ക, മദീന എന്നീ പടിഞ്ഞാറൻ മേഖലയിലെ ഈ ഭാഗങ്ങളിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം കാര്യങ്ങൾ വളരെ ശാന്തമാണ്. അതേസമയം അരാംകോ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്കും അമേരിക്കൻ എംബസിക്കും നേരെ ഉണ്ടായ നീക്കങ്ങളെ സൗദി ഭരണകൂടം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നത് എന്ന് സൗദി ആരോപിക്കുന്നുണ്ട്. ഇതിന് ഇറാൻ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് സൗദി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗദിക്കൊപ്പം ഉണ്ട്. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായ ഒരു പ്രതിരോധ കരാർ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രകാരം സൗദിക്ക് നേരെ ഉള്ള ഏതൊരു നീക്കവും പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി അവർ കണക്കാക്കും. ആവശ്യമെങ്കിൽ തങ്ങളുടെ ആണവ പ്രതിരോധം പോലും സൗദിക്ക് ലഭ്യമാക്കും എന്ന ഒരു കരാറിൽ വ്യവസ്ഥകളുണ്ട്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇറാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകൾ വഴിയാണ് ഇറാന്റെ ഡ്രോണുകൾ വിക്ഷേപിച്ചത് സൗദിക്ക് നേരെ എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണവും നടക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തും സൗദി വളരെ കരുതലോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം എന്ന ഒരു മുന്നറിയിപ്പ് ഉള്ളതിനാൽ സൗദി അരാംകോ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങി. രാജ്യത്തിന് കുറുകെയുള്ള ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി എണ്ണ പടിഞ്ഞാറൻ തീരത്തെ യാംബു തുറമുഖത്ത് എത്തിച്ച് ചെങ്കടൽ വഴി അത് അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാനാണ് ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ തടസ്സമില്ലാതെ എണ്ണ വിതരണം സാധ്യമാകും. യാത്രാ മേഖലയിലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇന്ത്യയിലേക്ക് പോകേണ്ടവർക്ക് രണ്ട് ക്രൂയിസ് മിസൈലുകൾ, ഒരു ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തിട്ടു എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പക്ഷേ സൗദിയെ ലക്ഷ്യമിട്ട് ഇന്ന് മിസൈൽ വന്നു എന്നുള്ളത് സങ്കടകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.